Hello everyone, welcome back to my channel, The Developer here. എന്തായാലും നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ഹെഡ്ഫോണിൻ്റെ റിവ്യൂ ആണ്. എല്ലാത്ത പോലെ ഞാൻ പറയുകയാണ്, ഇതൊരു സ്പോൺസേർഡ് റിവ്യൂ അല്ല. ഓക്കെ, ഞാൻ എനിക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് വാങ്ങുന്ന സാധനങ്ങൾ എൻ്റെ ഒരു രീതിക്കുള്ള റിവ്യൂ തരുകയാണ്. എൻ്റെ ഒരു സ്റ്റൈൽ. ഈ പ്രോഡക്റ്റ്, അതായത് ന്യൂ റിപ്പബ്ലിക്കിൻ്റെ സ്റ്റാർബോയ് 3, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മന്ത് ആവുന്നു. ഞാൻ എപ്പോഴും ഒരു മാസം കഴിഞ്ഞിട്ട് ഇടാറുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇടുന്നത് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു മാസം ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് തോന്നുന്നോ അത് ഞാനത് പോസ്റ്റ് ചെയ്യും. അതായിരുന്നു എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വീഡിയോ മേക്കിംഗ്. ഞാൻ ഒരു മാസം യൂസ് ചെയ്തിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു മാസം യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ, ഒരു മാസം കൊണ്ട് നമുക്ക് റിവ്യൂ പറയാൻ പറ്റത്തില്ല. പക്ഷേ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയിട്ട് വിടുന്നതിനേക്കാളും നല്ലത് ഒരു മാസം യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഡിസ്ക്ലെയിമർ ഞാൻ പറയാം, ഞാനൊരു ഓഡിയോ ഫയൽ അല്ല. ഓക്കെ, ഓഡിയോ ഫയൽ അല്ല എന്ന് പറയാനായിട്ട് ഞാൻ മ്യൂസിക്സ് കേൾക്കും. ആസ് എ നോർമൽ യൂസർ ഒരാൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയായിരിക്കും ഒരു ഹെഡ്ഫോണിൽ, അത് ഞാൻ അടിപൊളിയായിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, എനിക്ക് ഒരു നോർമൽ യൂസർ, അതായത് ഓഡിയോ ഫയൽ അല്ലാത്ത ആൾക്ക് ഒരു ഹെഡ്ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അതിൽ നോക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ഹെഡ്ഫോൺ വാങ്ങിയത് ബേസിക് നീഡ്സിനായിരിക്കും. നമ്മൾ എന്തിനാണ് ഹെഡ്ഫോൺ വാങ്ങുന്നത്? പാട്ട് കേൾക്കാൻ, സിനിമ കാണാൻ, കണ്ടൻസ്, യൂട്യൂബ് അങ്ങനത്തെ കണ്ടൻസ് നമുക്ക് കാണാനാണ് ഞാനൊരു ഹെഡ്ഫോൺ മേടിച്ചത്. ഓക്കെ, സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് തിങ്. എനിക്കിങ്ങനത്തെ നോർമൽ യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് എപ്പോഴും കൊണ്ട് ചാർജ് ചെയ്യാൻ വയ്യ. ഈ ഒരു രണ്ട് കാര്യം നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഞാൻ പക്ഷേ നോർമലി മുൻപൊരു വയർലെസ് ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വലിയ കമ്പനീസൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് ഈ ചെറിയ ചെറിയ കമ്പനീസ്, കുഞ്ഞു കുഞ്ഞു കമ്പനീസ്, ടെക് സ്റ്റാർട്ടപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് തിങ് ട്രൈ ചെയ്യാൻ പോയതായിരുന്നു. ഞാൻ ഇൻസ്റ്റയൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയതായിരുന്നു ന്യൂ റിപ്പബ്ലിക്കിൻ്റെ കുറച്ച് പ്രോഡക്ട്സ്. ഓക്കെ, ഞാൻ അവരെ അവരുടെ സ്പോൺസറിങ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ന്യൂ റിപ്പബ്ലിക്കിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ കണ്ടായിരുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവർ ചെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഐ ബോട്ട് ഈ ന്യൂ റിപ്പബ്ലിക് സ്റ്റാർബോയ്. ഓക്കെ, ഇത് ഞാൻ മേടിച്ചു. ചെറിയൊരു സ്പെക്ക്, വലുതായിട്ടൊന്നുമില്ല, ചെറിയ സ്പെക്സേ ഉള്ളൂ. ഇതിലാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 10 മിനിറ്റ്സിൽ 300 മിനിറ്റ്സ് പ്ലേ ടൈം. അതൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ 56 hours ഓഫ് പ്ലേ ടൈം ഉണ്ട് ടോട്ടൽ. അതുപോലെ എനിക്ക് അത്യാവശ്യം നല്ല പ്ലേ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ചാർജ് ചെയ്തിട്ട് തന്നെ 1 വീക്കൊക്കെ കൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ട്. പിന്നെ മൾട്ടി യു, ഇതിലൊരു 3 UQ മോഡ്സ് ഉണ്ട്, 3 ഉള്ളൂ. റോക്ക്, എന്താ ഡാൻസ്, പോപ്പോ, അങ്ങനെ എന്തോ, പിന്നെ ബാസിൻ്റെ ഒരു മോഡുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. വലിയ ഒരു മത്താപ്പ് ഫീച്ചറൊന്നും ഇല്ലാത്ത, ഇപ്പോൾ പോയനെ മത്താപ്പ് ഫീച്ചറൊന്നും ഇല്ലാത്തൊരു ചെറിയ സാധനം. സോ ഗൈസ്, ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് ജസ്റ്റ് 1259 രൂപ, 1260 രൂപ എന്ന് വിചാരിച്ചോ. ഇതിനെങ്ങനെ എനിക്ക് ഈ ഒരു റേറ്റിന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഒരു പ്രൊമോഷൻ പോലെ ഉണ്ടായിരുന്നു. ഞാൻ പ്രൊമോ കോഡ് ഞാൻ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വർക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല. NURDEAL 30 ഇതായിരുന്നു പ്രൊമോ കോഡ്. ആ പ്രൊമോ കോഡ് വെച്ചിട്ടാണ് എനിക്കൊരു 1250 രൂപയ്ക്ക്, 60 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. ഓക്കെ, ഞാൻ അപ്പോൾ തന്നെ പോയി പർച്ചേസ് ചെയ്തു, സാധനം കൈ കിട്ടി. ഓക്കെ, ഞാൻ ഹെഡ്ഫോൺ ഒന്ന് കാണിച്ചു തരാം. ദിസ് ഇസ് ദ ഹെഡ്ഫോൺ. നമ്മളൊരു ഹെഡ്ഫോൺ വയ്ക്കുമ്പോൾ ഒരുപാട് പുറത്തെ നോയ്സ് ക്യാൻസലിംഗ് ആവുന്നുണ്ട്. നോയ്സ് ക്യാൻസലിംഗ് ഒന്നും ഇല്ല, നോർമൽ ഹെഡ്ഫോണാണ്. മേ ബി പ്രൈസിന് വേറെ ഹെഡ്ഫോൺ ഉണ്ടാവും. പക്ഷേ ഞാനൊരു പുതിയൊരു സാധനം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ എടുത്താണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്ന് പറഞ്ഞത് അത്ര ഒരു പ്ലാസ്റ്റിക് ഇല്ല. നമ്മൾ ഈ സെബ്രോണിക്സിൻ്റെ ബഡ്ജറ്റ് സാധനമൊക്കെ വാങ്ങുമ്പോൾ ഉള്ള ഒരു ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സൗണ്ട് കേൾക്കാമല്ലോ, കിട്ടിച്ചിട്ടുണ്ടോ? ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഇതിൻ്റെ കുഷനിങ് ഉണ്ടല്ലോ, അത് നല്ല രസമാണ്. അത് നല്ലൊരു ഫോം, നല്ല അടിപൊളി സാധനമാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ L-ഉം R-ഉം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ചെറിയ ബ്രാൻഡിങ് ഉണ്ടാവും, ചെറിയ ഡിസൈൻ എലമെൻറ്റ്സ്. ഐ തിങ്ക് ഇതുപോലത്തെ വേറെ ഒരു ഹെഡ്ഫോൺ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ കമ്പനി ഇറക്കുന്ന ജസ്റ്റ് ജനറിക് ആയിട്ടുള്ള ചൈനീസ് ഇയർബഡ്സ് ആണ്. ഓക്കെ, ആയിരിക്കാം. ഇതേ സെയിം ഡിസൈൻ നമ്മുടെ ഗോബോൾട്ട് ഇറക്കിയിട്ടുണ്ട്. സോ നമ്മുടെ കാര്യം നടന്നു പോകാന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൈറ്റ് പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് അത്ര വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റാണ്. ഒരു ലൂസായിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഹെഡ്ഫോണാണ്. ലൈക്ക് അത്ര വെയിറ്റില്ല, നമുക്ക് കൊണ്ട് നടക്കാനോ മടക്കി ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ പോകാനോ ഒക്കെ
സുഖമാണ്, വെയിറ്റ് കുറവാണ്. ഫസ്റ്റൊക്കെ ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് ഞാൻ വിചാരിച്ചു കുറേ കാലം നിൽക്കത്തില്ല എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒരു മാസം യൂസ് ചെയ്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. ഞാനിതൊക്കെ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് ജിമ്മിലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പ്രിറ്റി ഗുഡ്. മുകളിലൊരു കുഷനിങ് ഒക്കെ വരുന്നുണ്ട് തലയിൽ. അത് പിന്നെ വെക്കണമല്ലോ, തലവേദനിക്കില്ലേ. ഇനി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കംഫർട്ട് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും, അങ്ങനെ ഇരുന്നോളും. വലിയ കംഫർട്ടിനൊരു ഇഷ്യൂ, പെയിന് കാതിലുള്ള പെയിനോ അങ്ങനെയൊന്നും വരുന്നില്ല. സോഫ്റ്റ് കുഷൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളും. നല്ല സീലുണ്ടായിരിക്കും. ലോങ് സെഷൻ ഒരുപാട് നേരമൊക്കെ വെച്ചാലും വലിയ കുഴപ്പമില്ല. ഒരുപാട് പെയിൻ എന്ന് പറഞ്ഞിട്ടൊരിത് വരത്തില്ല. ഒരുപാട് നേരം ഹെഡ്ഫോൺ വെക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കുറച്ച് നേരമൊക്കെ യൂസ് ചെയ്യുക. ഇത് മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊള്ളാം, നല്ല രീതിയിൽ മൂവി കാണാൻ പറ്റും. നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. ചാർജ് തീരുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ വരാതിരിക്കുന്നത് ഏറ്റവും വളരെ നല്ലതായ ഒരു കാര്യമാണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡെയിലി യൂസബിൾ ആയിട്ടുള്ളൊരു കംഫർട്ട് തരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ഇത് അത്ര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് പറയത്തില്ല. ഇത് ചിലവർക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. ഇയർബഡ്സിൻ്റെ ഒരു സാധനം കിട്ടത്തില്ല, ബട്ട് ഇതിന് ഒരു ബാസ് ഉണ്ട്. ലൈക്ക് ഇയർ കപ്സ് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. അത്രയ്ക്ക് നല്ല ബാസ് ഉണ്ട് സാധനത്തിൽ. പക്ഷെ ബാസ് വെക്കുമ്പോൾ ബാക്കി എവിടെയൊക്കെയോ മിസ്സാവുന്ന പോലെ, അതായത് വോക്കൽസ് മിസ്സാവുന്ന പോലെ ഒരു ഫീലുണ്ട്. ബട്ട് ഓവറോൾ കേട്ടിരിക്കാൻ ഒരു നല്ല ഹെഡ്ഫോൺ എന്ന രീതിക്ക് കൊള്ളാം, കുഴപ്പമില്ലാത്തത്. അതായത് ഞാനൊരു 5 സ്കോർ തരുന്നുണ്ടെങ്കിൽ അതിലൊരു 3 കൊടുക്കും. 2 എണ്ണം കുറയ്ക്കുന്നത് ആ ഒരു മിസ്സിങ് ആയിട്ടുള്ള എന്താ പറയുക, ലോ നോട്ട്സൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഓഡിയോ ഫയൽ എല്ലാം കറക്റ്റായിട്ട് പറയുന്നില്ല. എനിക്ക് തോന്നിയത് എൻ്റെ കാതിന് ഇഷ്ടപ്പെടുന്നൊരു സൗണ്ട് സിഗ്നേച്ചർ ആയിരുന്നില്ല. ബട്ട് അഡാപ്റ്റ് ആവുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ 2 ഇയർഫോൺ മാറി യൂസ് ചെയ്യുന്നത്, അതായത് ഇയർബഡ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സൗണ്ട് സിഗ്നേച്ചർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ഈസ് ക്വൈറ്റ് വലിയ ഡ്രൈവർ ആയതുകൊണ്ട് ഒരു ഭയങ്കര ഇമോഷനൊക്കെ തരുന്നുണ്ടായിരുന്നു. ഇവർ തന്നെ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സ്ബാസിൻ്റെ സപ്പോർട്ട് ഉണ്ട്. എക്സ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ഇടിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു രസമാണ്. ഓക്കെ, ഫോർ ആൻ ആവറേജ് യൂസർ ഞാൻ പറയുന്നു ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ്. ദെൻ ലെറ്റ്സ് കം ടു ബാറ്ററി ലൈഫ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെയിൻ സംഭവമായിരുന്നു. 56 hours സംതിങ് ആണ് ഒരു ബാറ്ററി ലൈഫ് പറയുന്നത്. സോ ഫോർ 56 hours ഇറ്റ്സ് ലൈക്ക് ഓൾ ദാറ്റ് ഐ നീഡ്. ബാറ്ററി ലൈഫ് ഈസ് ഓൾ ദാറ്റ് ഐ നീഡ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ബാറ്ററി തീർന്നോന്ന് പേടിക്കേണ്ട കാര്യമില്ല. ഇത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 days അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാം. എനിക്ക് അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇഷ്ടപ്പെട്ടിരുന്നാലും ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേണിങ് ഓണാക്കുന്നതും ഓഫാക്കുന്നതും. ഓണാക്കുന്നെങ്കിൽ കുറേ നേരം ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചേക്കണം. അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പം എന്താ പറയുക, കുറച്ച് ടൈം ലാഗ് വരുന്നില്ലേ ഓണാക്കി കണക്ട് ചെയ്തെടുക്കാനുള്ള. ഓണായി കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആകും. ഡ്യുവൽ ഡിവൈസ് പെയറിംഗ് ഒക്കെ ഉണ്ട് ഇതിൽ. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്റ്റ് ആയിരിക്കും. അതൊരു നല്ല ഓപ്ഷനാണ്. കാരണം ലാപ്ടോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലാപ്ടോപ്പിൽ വയ്ക്കാം, ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോണിൻ്റെ ഓഡിയോ രണ്ടും കൂടെ കണക്റ്റഡ് ആയിരിക്കും ഒരേ സമയത്ത്. അതൊരു മത്താബ് ഫീച്ചറായിരുന്നു. പിന്നെ ഞാൻ എല്ലാവർക്കും ഈ 56 hours കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ചാർജ് ചെയ്യുന്ന ടൈമും പിന്നെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, എത്ര വോളിയമിൽ യൂസ് ചെയ്യുന്നു, ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ബാറ്ററി യൂസേജ് വരുന്നത്. ഓക്കെ, ദെൻ വി ആർ കമ്മിങ് ബാക്ക് ടു, യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഈ ഹെഡ്ഫോണൊക്കെ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൾ ചെയ്യുമ്പോൾ ഇതിൽ മൈക്രോഫോൺ ഉണ്ട്. പക്ഷേ നമുക്കറിയാലോ, ഇവിടെ മൈക്രോഫോൺ വെച്ചിട്ട് നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ സൗണ്ട് വേവ്സ് ഇവിടെ എത്തണമെന്നില്ലല്ലോ. സോ അതാണ് ബേസ് തിങ്. നമ്മൾ എന്തായാലും ഇതിന് എക്സ്റ്റെൻഡഡ് മൈക്രോഫോണോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആ മൈക്രോഫോണോ താഴെ ആയിരിക്കുന്നത്. സോ കോൾ ക്വാളിറ്റി അത്രയ്ക്കത്രയാണ്. പക്ഷേ മോശമെന്ന് ഞാൻ പറയില്ല. കോൾ വിളിക്കുക, നടന്നുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അതായത് നോയ്സ് ഇല്ലാത്ത എൻവയോൺമെൻറ്റിൽ അത്യാവശ്യം നല്ല കോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. റൂമിലൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ നല്ല കോൾസ് വിളിക്കാൻ പറ്റുന്നു, നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റുന്നുണ്ട്. അപ്പുറത്തുള്ളവർക്ക് കേൾക്കാനും പറ്റും. അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറയില്ല. ഓക്കെ, സോ ഒരു ഹെഡ്ഫോണിനെ വെച്ചിട്ട് എനിക്ക് കൂടുതൽ പറയാനായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ബിക്കോസ് ദ ബാറ്ററി ലൈഫ് ഈസ് സോ ഗുഡ്. കുറേ നേരം ചാർജ് നിൽക്കും. ദെൻ നല്ല കംഫർട്ടബിൾ ആണ് അത്യാവശ്യം. ദെൻ ഒരു ന്യൂ റിപ്പബ്ലിക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു സ്റ്റൈലിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഞാനൊരു സംഭവം കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇതേ സെയിം ഡിസൈൻ നമ്മുടെ ഗോബോൾട്ട് ഇറക്കിയിട്ടുണ്ട്. ഗോബോൾട്ടിൻ്റെ ആങ്കർ എന്ന് പറഞ്ഞിട്ടൊരു ഗോബോൾട്ടിൻ്റെ ആങ്കർ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്സെറ്റ് ഉണ്ട്.
ഇതുപോലെ തന്നെയാണ്, സെയിം ഡിസൈനാണ്. പക്ഷേ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 2500 രൂപയാണ്. ബട്ട് ഇൻക്ലൂഡിങ് ANC ഉള്ളതുകൊണ്ട് അതിൻ്റെ ബാറ്ററി ലൈഫും കുറച്ച് കുറവാണ്. ബട്ട് നമ്മുടെ കയ്യിലിരുന്ന ഹെഡ്സെറ്റ് ഇതേ ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്, സെയിം ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്, പേര് മാത്രം മാറ്റി ന്യൂ റിപ്പബ്ലിക് ആക്കിയിട്ടുണ്ട്. സോ ദിസ് ഈസ് വാട്ട് ഐ ഫൗണ്ട്. ന്യൂ റിപ്പബ്ലിക് ഈസ് കോപ്പി സംതിങ് ഓർ ലൈക്ക് ഗോബോട്ട് ഈസ് കോപ്പിങ് സംതിങ് ഫ്രം ദം. ഓക്കെ, സോ വാട്ട് എവർ. ഇവരുടെ രണ്ടുപേരുടെ മാനുഫാക്ചർ സെയിം തന്നെ ആയിരിക്കാം. ലൈക്ക് ഇത് ഹെഡ്സെറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ സെയിം തന്നെ, ഉള്ളിലെ ബോർഡ് മാത്രമായിരിക്കും ഒരു കസ്റ്റമൈസ് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവുക. കാരണം ഇത് ഓണാക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് വെൽക്കം ടു ന്യൂ റിപ്പബ്ലിക് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഓണാക്കുന്ന ടൈം. ദെൻ ഓഫ് ചെയ്യുന്ന ടൈം ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർ കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കാം. ലൈക്ക് ഇവർ ഒരേ മാനുഫാക്ചർ തന്നെയായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ, അതും ബാറ്ററി ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ സ്റ്റാർബോയ്. പക്ഷേ നിങ്ങളൊരു പ്രീമിയം സോങ് എക്സ്പീരിയൻസ് ഓർ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നല്ല പൈസ പൊട്ടിച്ചിട്ട് സോണിയുടെ W സീരീസിൻ്റെ കുറച്ച് ഹെഡ്ഫോൺസ് ഉണ്ട്, നല്ലത് ഉണ്ടാവും, അതെടുക്കുക. നല്ല വോയിസ് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവും, പാട്ട് കേൾക്കാനൊക്കെ നല്ലതായിരിക്കും. ബട്ട് ഫോർ ഒരു നല്ല അത്യാവശ്യം ഗുഡ് സൗണ്ട് ക്വാളിറ്റിയും ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ രണ്ടുപേർക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇതെന്തോ ഇടി അടിപൊളി, അങ്ങനെ ഒരു നമുക്കെന്താ അവരൊരു പുതിയൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയാണ്. അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തപ്പോഴും അവർക്കും ഗുഡ്, കൊള്ളാം, നല്ല ഇടിയുള്ള ഹെഡ്ഫോണാണ്, നല്ല ബേസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇത് ആർക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ റെക്കമെൻഡ് ഇറ്റ് ടു someone who wants a good battery life and a good comfort. നല്ലൊരു കംഫോർട്ടും ഒരു ബാറ്ററി ലൈഫും ഒക്കെ. ഞാനിത് ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫോർട്ട് വേണമെന്നുള്ളവർക്കും നല്ല ബാറ്ററി ലൈഫ് വേണമെന്നുള്ളവർക്കും ഒരു നോർമൽ സൗണ്ട് ക്വാളിറ്റി, അതായത് കേട്ടിരിക്കാൻ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇതിൻ്റെ എക്സ്ബാസ് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഓഫ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇടിയൊന്നും ഇല്ലാതെ ലൈക്ക് കാമായിട്ട് കേൾക്കാൻ പറ്റുന്ന സോങ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നല്ല സൗണ്ട്സിൽ ഡിസ്റ്റോർഷനോ അങ്ങനെ ഇഷ്യൂസൊന്നും ഇല്ല, ക്ലീൻ സൗണ്ടാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് ഓൺ ദിസ് പ്രൊഡക്റ്റ്. സോ ഇതുവരെ കണ്ടിരുന്നവർ ആർക്കുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. നമ്മളൊരു വളർന്നു വരുന്ന യൂട്യൂബ് ചാനലായത് കൊണ്ട് വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടുന്നുള്ളൂ. പക്ഷേ ഇടുമ്പം ഇങ്ങനെ എന്തെങ്കിലും നല്ല കോണ്ടൻറ്റ് ഇടണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഇനി എഡിറ്റിങ്ങിനും ടൈം എടുക്കുന്നുണ്ട്, അതങ്ങനെ കുറച്ച് ലാഗ് വരുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ അത്യാവശ്യം കമൻസിനൊക്കെ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട്. ബിക്കോസ് കുറച്ച് വർക്കിൻ്റെ ഇതൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ കമൻസിന് റിപ്ലൈ തരുന്നുണ്ട്. ദെൻ ഈ വീഡിയോ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്റ്റാർബോയ് ആണെങ്കിൽ അതിൻ്റെ ഒരു 1 month കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇടും. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.